ഇവിടെ ഒരു മുതിർന്ന നേതാവുണ്ട് എന്തറിയോ, ഭൂമിയുടെ പ്രഥമ അവകാശി ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് ആര് വരണമെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾ 5 കൊല്ലം കഴിയുമ്പോൾ വേറൊരു മഷി കിട്ടും. മനസ്സിലായി? ഈ സംവിധാനം മുഴുവൻ ജനങ്ങളെ സഹായിക്കണം, മറിച്ച് അവരെ ദ്രോഹിക്കാനുള്ള ഒരു സംവിധാനത്തിലല്ല. അങ്ങനെ ഒരു സംവിധാനത്തിലാണ് തോന്നുന്നതെങ്കിൽ ഞങ്ങൾ ഇതിന് എതിർക്കും. അതിൽ രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. MLA തന്നെ പറഞ്ഞു, ഞാൻ CPIയുടെ ജനപ്രതിനിധിയാണ്. നമ്മളവർ ഒഴിവാക്കി എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇപ്പോഴും CPIയുടെ ജനപ്രതിനിധി. ഇദ്ദേഹം കോൺഗ്രസിന്റെ ആളാണ്. എന്റെ കൂടെ സമരം ചെയ്യുന്ന കലാവധി മെമ്പറുണ്ട്, അനീഷ് ചേർന്ന് ചിലർ, അവരൊക്കെ കോൺഗ്രസിന്റെ ജനപ്രതിനിധിയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒറ്റ ആവശ്യമുള്ളൂ, ജനങ്ങൾക്ക് ന്യായമായിട്ടുള്ള തീരുമാനം. അതിൽ നിന്ന് ഞങ്ങൾക്ക് നേരത്തെ ഉറപ്പ് തന്നാണ്. 21 ദിവസമായിട്ട് ആ ഉറപ്പിന്റെ ഉറപ്പ് പോലെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. 2009-10-2025 തീരുമാനം അത് നടപ്പിലാക്കുന്നത് ഉറപ്പ് കിട്ടാണ്ട് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നു. ആരൊക്കെ പോയത് മാർഗത്താണ് ലൈഫ് ലിസ്റ്റുകൾക്ക് പ്രയോറിറ്റി ഉണ്ട്. 1.5 വർഷമായിട്ട് പാവപ്പെട്ട മനുഷ്യന്മാരുടെ കയറി ഇറങ്ങാൻ അവർക്ക് പ്രയോറിറ്റി കിട്ടുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്യോഗസ്ഥർക്ക് പ്രിവിലേജ് ഉണ്ട്. അപ്പൊ തഹസിൽദാരെ തടഞ്ഞത് കേസാ അല്ലേ? ഞങ്ങളെ ജനങ്ങൾ തടഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ മനോഹാരിതയാണ്. തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങളെ തടഞ്ഞപ്പോ കേസെടുക്കും. ഞങ്ങളെ തടയാനുള്ള അവകാശം ജനങ്ങൾക്ക്. ഞങ്ങൾ ആൻസറബിളാണ്. ഇപ്പോ പാലക്കാട് തഹസിൽദാർക്ക് ഇവിടുന്ന് മാറാം, അടുത്ത സ്ഥലത്തോട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. SIക്ക് മാറാം, കൃഷി ഓഫീസർക്ക് മാറാം, വില്ലേജ് ഓഫീസർക്ക് മാറാം. ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരാണ്. എന്ത് ചെയ്യും? ഞങ്ങൾ ജനങ്ങളോട് പറയണ്ടേ? ഇവിടെ ഉള്ളതിന്റെ മാത്രമല്ല, ജനങ്ങൾ കഷ്ടപ്പെടുക. എല്ലാ നിയമവും ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടുത്തെ സ്പെസിഫിക് കേസുകൾ പറയും. അപ്പൊ നിങ്ങൾ എന്താ പ്രയോറിറ്റൈസ് ചെയ്യാത്ത? ഇതിനകത്ത് നിങ്ങൾ നടത്തിയ പഠനം മെക്കാനിക്കൽ പഠനമല്ല, മനുഷ്യന്മാർ പോയി നടത്തിയ പഠനമല്ല. നിങ്ങളുടെ സർവേ എങ്ങനെയാണ് നടത്തിയത്? നിങ്ങളുടെ സർവേ സാറ്റലൈറ്റ് സർവേ അല്ലല്ലോ. നിങ്ങളുടെ സർവേ എങ്ങനെ നടത്തിയത്? നിങ്ങളുടെ സർവേ മനുഷ്യന്മാരല്ലേ? ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞാൽ നിങ്ങൾ മെക്കാനിക്കലായി പ്രവർത്തിക്കേണ്ടവരല്ലോ, മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാർ പോയി സർവേ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത്? 10-40 വർഷമായിട്ട് വീട് നിൽക്കുന്ന സ്ഥലം എങ്ങനെ പെട്ടെന്ന് കുറ്റപ്പാടാകുന്നത്? അതിനകത്ത് സാറ് പറഞ്ഞ 40 വർഷത്തെ കൂട്ടുന്ന 50 വർഷത്തെ കൂട്ടുന്ന ഇപ്പൊ കെട്ടി കൂട്ടുന്ന എല്ലാം ഉണ്ടാവും, സംഭവിച്ചു. നമ്മുടെ ബാക്കിയുള്ള ഭാഗമുണ്ടല്ലോ, അപ്പൊ ആ ബാക്കിയുള്ള നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ ഏത് സർവേ നമ്പർ ഉൾപ്പെടുത്തും? അത് ഞാൻ ചോദിച്ചോട്ടെ. എന്റെ സിമ്പിൾ ചോദ്യം, അതായത് ഇത് കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്ന് കൃഷി ഓഫീസർ പറയുന്നുണ്ടോ? ഞാൻ പറയില്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ ചോദിക്കുന്നത് ഡയറക്റ്റ് ചോദ്യം, ഈ നിങ്ങൾ ചെയ്ത ഈ അശാസ്ത്രീയമായ പ്രവർത്തനം കാരണം ഒറ്റ കാര്യമുള്ളൂ, ഈ അശാസ്ത്രീയമായ പ്രവർത്തനം കാരണം ഒരു മനുഷ്യനെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അതിൽ തർക്കമുണ്ടോ? ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ലോജിക്ക് നിങ്ങൾ നിയമമാണ് പറയുന്നത്, നിങ്ങളുടെ നിയമത്തിന്റെ മെക്കാനിക്കൽ സൈഡാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള നിയമം ഒരാൾക്കെങ്കിലും ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഒരാൾക്കും ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നത് അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഒരാൾക്കും ബുദ്ധിമുട്ടില്ല എന്ന് നിങ്ങൾക്ക് അവകാശവാദം നിങ്ങൾ എനിക്ക് സമയം തന്നാൽ നിങ്ങൾ പറഞ്ഞ മുഴുവൻ കേൾക്കാം. ഞങ്ങളുടെ കൺസേൺസ് നിങ്ങൾ കേൾക്കൂ. നിങ്ങളിതിനെ ഇവിടെ ഒരു കുഴപ്പമില്ല, നിങ്ങളിവിടെ ഒരു കുഴപ്പമില്ലെന്ന് പറയരുത്. ഇവിടെ കുഴപ്പമുണ്ടെന്ന് ആദ്യം സമ്മതിച്ചു. ആദ്യം ഞങ്ങൾക്ക് വാക്കാൽ കളക്ടറേറ്റ് സമ്മതിക്കുന്നുണ്ട് കുഴപ്പമുണ്ടെന്ന്. ആ കുഴപ്പം മാറ്റണമെന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. ഇനി നിങ്ങൾ ഒരാൾക്കും കുഴപ്പം വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള മനുഷ്യന്മാരെ ഞങ്ങൾ പറഞ്ഞില്ല, അത് ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങളുടെ ഭാഗത്തേ ഉള്ളൂ. ഇത് എവിടെയെങ്കിലും നമ്മൾ 1.5 വർഷമായി പഞ്ചായത്ത് പ്രസിഡന്റ് 3 രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ വിദഗ്ധരാണ് അവര് 3 പേരും. പിന്നെ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ. അതിന്റെ പ്രസിഡന്റ് പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പ്രസിഡന്റ് ടൈമിലല്ല. അപ്പൊ ഈ പഞ്ചായത്ത് ബോർഡ് റെസൊല്യൂഷൻ അതിലുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ കാര്യം 29/9/2025 നിൽക്കേണ്ട ഒരു ആവേശം കിട്ടുന്നവരെ 29/9/2025 ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപങ്ങൾ സ്വീകരിക്കാൻ കരട് ഡാറ്റാ ബാങ്ക് കർണാടക ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കൃഷി ഓഫീസർക്ക് സമർപ്പിച്ചു. 17/9/2025 കൂടിയ LLMC യോഗ തീരുമാനം എന്ന് പരാമർശിച്ചിരിക്കുന്നു. എന്നാൽ ഈ യോഗത്തിൽ ഞാൻ പങ്കെടുത്തെങ്കിലും, പ്രസിഡന്റാണ്, ഞാൻ പങ്കെടുത്തെങ്കിലും
കണ്ണാടി 1 വില്ലേജിൽ എത്ര നമ്പർ, കണ്ണാടി 2 വില്ലേജിൽ എത്ര നമ്പർ, ആകെ 5529 നമ്പർ സർവേ നമ്പറുകളെയും പരിശോധിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ലാത്ത കാര്യമാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് മിനിറ്റ്സ് രേഖപ്പെടുത്തി ആയതിനാൽ 17/9 LLMC കമ്മിറ്റി തീരുമാനം റദ്ദ് ചെയ്യണം. അതായത് കൺവീനർ ആയിട്ടുള്ള കൃഷി ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവര് കലക്ടർക്ക് കൊടുത്ത പരാതിയാണ്. എനിക്ക് മേഡത്തിനോട് ഒരു കാര്യം പറയാം, ആർജമുണ്ടെങ്കിൽ ഇതിനെതിരെ കോടതി പോകണം.